ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞിട്ടും അങ്ങനെ ഒന്നും പുറത്ത് പോയിട്ടില്ലേനി. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ട്രാവലിംഗ് കൂടിയാണ്. അപ്പം ആ ഒരു വിശേഷങ്ങളാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു, പാക്കിങ് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ 1 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ടോ, അവിടുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഗെയ്സ്, നമ്മൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ നേരെ പോകുന്നത് മുത്തിനെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെയാണ് മുത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓനടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അങ്ങനെ ഓനൊക്കെ പിക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളിതായി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദുവ ബേബീൻ്റെ ആദ്യത്തെ ഔട്ടിംഗ് ആണ് കേട്ടോ. ഒരു ലോങ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ലോങ് എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പായിട്ട് പോകും, അങ്ങനെയല്ല, കുറച്ച് ലോങ് ആയിട്ട് പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പുറത്തൊക്കെ. പക്ഷേ ട്രിപ്പിൻ്റെ ഇതിൽ ആദ്യമായിട്ടുള്ളൊരു ട്രാവലിംഗ് ആണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും മുത്തിനൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അടിവാരമൊക്കെ കഴിഞ്ഞ് 1-ാം വളങ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ വണ്ടി അവിടെ നിന്ന് സൈഡാക്കി. ഞങ്ങൾ ഇതാ വയനാട് ചുരം കയറാൻ പോവാണ്. ഒരാളിവിടെ നല്ല ഉറക്കിലാണ്. ഇനി നമ്മള് പുളിച്ചാറൊക്കെ വാങ്ങി. ഞാൻ പുളിച്ചാറ് വാങ്ങിച്ചു. നിങ്ങളെന്തായി വാങ്ങി? ക്യാരറ്റ് ഇല്ലേ? ക്യാരറ്റ് ഉപ്പിലിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പിലിട്ട ക്യാരറ്റ്, അതേപോലെ മാങ്ങ, അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ ട്രാഫിക് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേടിച്ച്, ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ട്രാഫിക് ഉണ്ടാകുമെന്ന് ആ ഒരു ഇതില്ലേ. പെട്ടെന്ന് തന്നെ നമ്മൾ ചുരമൊക്കെ കയറി മുകളിലെത്തി. ഞങ്ങൾ ചുരമൊക്കെ കയറി നമ്മൾ ഇവിടെ എത്തിയിട്ടോ. റിസോർട്ടിലെത്തിയില്ല, ചുരം കയറി വൈത്തിരി എത്തിയിട്ടുണ്ട്. ചെറിയൊരു കട്ടനടിക്കാന്ന് വിചാരിക്കും. തലൊക്കെ എന്തോ ഒരു മാതിരി. അങ്ങനെ ചെറിയൊരു തട്ടുകട കേട്ടോ. ഞങ്ങളെപ്പോൾ വയനാട്ടിൽ പോവുകയാണെങ്കിലും കാക്ക സ്ഥിരമായിട്ട് കയറുന്നൊരു ചെറിയൊരു തട്ടുകടാണ്. ആദ്യം മുതൽക്കേ കയറലുണ്ടായിരുന്നു, പറയലുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിർത്തി. അവിടെ പൊരിച്ച പത്തിരി അങ്ങനെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്ന്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ മുത്ത് ബാക്കിൽ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മീനൊക്കെ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞ്. അപ്പോൾ ഓന് നീളത്ത് കിടന്നിട്ട് ഓക്കാടെ കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ റിസോർട്ട് എത്താനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ ഓക്കാൻ്റെ കൂടെ ഉറങ്ങിപ്പോയി. അപ്പോൾ കേസ് ഫൈനലി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏതായാലും ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. വീഡിയോസിന് എനിക്ക് ക്ലിയർ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വീട്. എനിക്കൊരു റിസോർട്ടായിട്ടൊരു ഫീലിംഗ് വന്നില്ല കേട്ടോ. കാരണം നിങ്ങൾ പറയുന്നു ഒരു വീട്ടിൽ നിൽക്കുന്നൊരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വെച്ചിട്ട് നമ്മളെ കൂടെ 2 ഫ്രണ്ട്സ് വരാനൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് എന്തോ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ അതേപോലെ എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ ടൂറിലല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ പോകുന്നത്. ആകുമ്പോൾ നല്ല ഒരു ഫ്രീ ഡൈനും എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ റൂംസൊക്കെ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് കണ്ടത് സിറ്റ് ഔട്ട്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ TV-യും സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ റിസോർട്ട് പറയുമ്പോൾ വേറൊരു ഇതാണ്. ഇത് ഒരു നോർമൽ ഒരു വീട് പോലാണ് കേട്ടോ. 2 ബെഡ്റൂമുണ്ട്. പിന്നെ ബെഡ്റൂമൊക്കെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ലിവിങ് റൂം അങ്ങനെ കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ TV ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭാഗ്യമായി. കാരണം അവർക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ പൂളിലാണെങ്കിൽ കുറേ ടൈമൊന്നും ഞാൻ കളിപ്പിച്ചിട്ടില്ല. കാരണം മീനാക്ക് വരുമ്പേ ഉണ്ട് കേട്ടോ നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ കളിച്ച് അധികമാവും. അങ്ങനെ ഞങ്ങൾ പൂളിൻ്റെ ആ ഏരിയയിലേക്ക് ഈ ടൈം പോയില്ല കേട്ടോ. പക്ഷേ രണ്ടാളിങ്ങനെ ചോദിക്കുന്നുണ്ട് പൂളില്ലേ എന്ന്. പൂള് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. ഈ റിസോർട്ട് വന്നിട്ടുള്ളത് നമ്മൾ വയനാട് പടിഞ്ഞാറത്തറ കഴിഞ്ഞിട്ട് തരുണ പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ പടിഞ്ഞാറത്തറ വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡാമില്ല, അതിൻ്റെ അടുത്ത് വരെ ഒക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അതാ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ. ഇത് കിച്ചണല്ല, എനിക്ക് തോന്നുന്നു കിച്ചൺ ആയെന്നും തോന്നുന്നു. പിന്നെ അവർ മാറ്റി തന്നോണ്ട് കിച്ചൺ ഇതാ ഈ ഒരു ഡോറ് തുറന്നാൽ
കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ആ റൂമിൽ റിലാക്സ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ആൾ ഇപ്പോഴും ഉഷാറായി. ആ ഡ്രസ്സ് ഇട്ടപ്പോൾ ഭയങ്കര ഇതിനി കച്ചറവിച്ചറേനി എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. മൂത്രമൊഴിക്കുകയാണോ അപ്പിടാണോ? അപ്പിട്ടാ പിന്നെ അഞ്ചിട്ട് നിൽക്കൂല. അങ്ങനെ ഞങ്ങൾ മാറ്റലൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴേക്ക് ബാങ്കൊക്കെ വിളിച്ച് ഇരുട്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രാത്രിക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഈ മോള് ബുദ്ധിമുട്ടാക്കും തോന്നിയപ്പോൾ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് മേടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ പൂളിൽ ഇറങ്ങിയ ശേഷമാണ് ഇവർ ഫുഡൊക്കെ വാങ്ങിക്കാൻ പോയത്. പിന്നെ വലിയ പൂളിൽ ഇറങ്ങി കുറേ നേരം പൂളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ അങ്ങനെ ഇറക്കലൊന്നുമില്ല. പിന്നെ വലിക്ക് വെള്ളം കണ്ടാൽ നിർത്തിയൊന്നുമില്ല. ഇപ്പോൾ ചൂടുമല്ലേ. പക്ഷേ ഞങ്ങൾ വയനാട്ടിൽ അവിടെ എത്തിയപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ. ചൂടുമില്ല തണുപ്പില്ല, ഒരു നോർമൽ നല്ല സുഖമുള്ളൊരിത്. ഞങ്ങൾ റൂമിൽ ഫാനോ AC ഒന്നും ഇട്ടില്ല കേട്ടോ. നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെ കാക്ക നോക്കി. അങ്ങനെ വെള്ളത്തിൽ കുറേ കളിച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്ന് നമ്മൾ ചിക്കൻ അൽഫാം മന്തില്ല അതും, പിന്നെ പൊറാട്ട, പിന്നെ ചിക്കൻ 65 അതൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലത്തെ ഒരു വിശേഷമാണ് കേട്ടോ അത്. രാവിലെ തന്നെ ഇങ്ങനെ എണീറ്റപ്പോൾ നല്ല രസമുള്ളൊരു പ്രഭാതം എന്ന് വേണം പറയാം. മരങ്ങളും ചെടികളും പക്ഷികളെ സൗണ്ടും ഒക്കെ കേട്ട് നല്ല രസമായിട്ട് രാവിലത്തെ ആ ഒരിത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ച്, ചായക്ക് പൊറോട്ടയിനും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പൂളിലേക്ക് ഇറങ്ങാൻ വിചാരിച്ച്. ഞാൻ ഇറങ്ങുന്നില്ല, മക്കളും കാക്കയൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ താഴേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ടെൻറ്റുകളുണ്ട് കേട്ടോ. താഴെ 4 ടെൻറ്റാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടെൻറ്റ് ഇതാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. മ്യൂസിക് ഫില്ലുണ്ട്, പിന്നെ അതേപോലെ ക്യാമ്പ് ഫയർ ഉണ്ട്, പിന്നെ ഒരു ടെൻറ്റുകൾ ഞങ്ങൾ പറഞ്ഞില്ലേ. പിന്നെ അതേപോലെ എന്തെങ്കിലും ഇവിടെ ടോട്ടലി 4 ടെൻറ്റാണ് തോന്നുന്നു. 4 പിന്നെ താഴെ ഒരു ഹട്ട് ഉണ്ട് കേട്ടോ. ഹട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒറ്റക്കാട്ടോ വരുന്ന, എനിക്ക് പേടിയുണ്ട് നല്ല. ഓലൊക്കെ പൂളിൽ ഇറങ്ങി കളിക്കുകയാണ്. പിന്നെ മോളുറങ്ങി. കാണിച്ചു തരേ. ഇതാണ് 4ാമത്തെ ടെൻറ്റ്. ഞാൻ ഒറ്റക്കായിട്ട് ഇറങ്ങുന്നത്. ഓല അവിടെ പൂളിലാണ്, കുറച്ച് ഹൈറ്റിലാണ് റിസോർട്ടുള്ളത്. താഴേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വല്ല പുലിയോ ആനയോ വരുമോ എന്നുള്ളൊരു. ഫോറസ്റ്റ് പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. ഫുള്ള് മരങ്ങളും കാട് പോലെ ഇങ്ങനെ. പിന്നെ ഇത് ക്യാമ്പ് ഫയർ എടുക്കുന്ന സ്ഥലവും പിന്നെ മ്യൂസിക് വില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു ഹട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഭയങ്കര തണുപ്പ് പോലെ കേട്ടോ. എന്താ പറയുക, പുല്ല് കൊണ്ടാക്കിയിട്ട്, പുല്ലാണല്ലോ മേഞ്ഞിരിക്കുന്നത്. പിന്നെ ഫുള്ള് എന്താ കായൽ എന്നാണ് പറയുക, ഓട, അത് വെച്ചിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. രാത്രി കാണാൻ നല്ല രസമാണ്, ലൈറ്റൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്കൊക്കെ നോക്കി. പക്ഷെ അവിടെ ഒന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അപ്പം ഇതാണ് ഇവിടെ ക്യാമ്പ് ഫയർ. അങ്ങനെ ഞാൻ തിരിച്ച് മോളേക്ക് പോകും. മോളെ നീറ്റിട്ടോ, ഇത്ര കോഴിയോർക്ക ഞാൻ തൊട്ടിലെടുക്കാത്തതുകൊണ്ട് ഒക്കെ ശരിയാകുന്നില്ല. അവർക്ക് രാത്രി ഒന്നും വലിയ സീനില്ലേനു, പക്ഷെ പകല് അങ്ങനെ ഇങ്ങനെ തട്ടി കൊട്ടി പാട്ടൊക്കെ പാടിയപ്പം ആളുറങ്ങിപ്പോയിട്ടോ. പിന്നെ ഞങ്ങൾ പൂളിലൊക്കെ ഞാൻ കുറേ ചാടി കുളിച്ച് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 4-5 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഗേസ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സമയം ഇപ്പോൾ 6 മണിയെങ്ങാനും ആയിട്ടുണ്ട്. ഇപ്പം പോയാൽ നമുക്ക് ചുരമൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ബ്ലോക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ ഉപ്പിലിട്ടതും അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല നല്ല സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.